ചാട്ടുളി പോലെയുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന BJP-ക്കാരെയാണ് രാജ്യത്താകമാനം ഇപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആരോപണമുന്നയിച്ച രാഹുൽ BJP സംഘപരിവാർ നേതൃത്വങ്ങളെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുകയാണ്. അതുമാത്രമല്ല, BJP ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധി വലിയ ഒരു പദയാത്ര പ്രഖ്യാപിക്കുകയും ആ പദയാത്രയുമായി മുന്നോട്ട് പോവുകയുമാണ്. പദയാത്രയിൽ ആയിരക്കണക്കായ ആളുകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ആയിരങ്ങൾ അണിനിരക്കുമ്പോൾ BJP നേതാക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന വിജയം കൊയ്തെടുക്കാമെന്നായിരുന്നു BJP-യുടെ കണക്കുകൂട്ടൽ. സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡിനെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് തനിച്ച് കേവല ഭൂരിപക്ഷം നേടാമെന്നായിരുന്നു BJP-യുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടി തന്നെയാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വാരി കോരി കൊടുക്കുകയും ചെയ്തത്. എന്നാൽ കാര്യങ്ങളാകെ മാറി മറയുകയാണ്. ബീഹാറിൽ ഇപ്പോൾ രാഹുൽ തരംഗമാഞ്ഞടിക്കുകയാണ്. കർഷകരും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും വയോധികരും ഉൾപ്പെടെയുള്ള ആഭാലവൃദ്ധം ജനങ്ങളും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണാൻ കഴിയുന്നത്. രാഹുൽ, താങ്കൾ തനിച്ചല്ല, ഈ രാജ്യം താങ്കൾക്കൊപ്പമുണ്ടെന്നാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം അത്രത്തോളം മികച്ചതല്ല. RJDക്ക് പിന്നിലാണ് കോൺഗ്രസിന്റെ സ്ഥാനം. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. RJD പോലും അസൂയപ്പെടുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ക്രൗഡ് പുള്ളർ നേതാവായ പവർ ഹൗസായ രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്രയുമായി ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബീഹാറിൽ ജനത രാഹുൽ ഗാന്ധിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കിയത് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായിരുന്നു. ആ ബീഹാറിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും തന്റെ പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. വ്യാജ വോട്ട് ആരോപണം രാജ്യത്തെയാകെ പിടിച്ചുകുലക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംഘപരിവാറിനെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളോട് മൗനം ഇപ്പോഴും തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ഒരു കാലത്താണ് എന്തു ചെയ്യണമെന്നറിയാതെ BJP നേതാക്കന്മാർ ഉഴലുന്നത്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബീഹാറിൽ എണ്ണയിട്ട യന്ത്രം കടക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും നിതീഷ് കുമാറിനെ ആശ്രയിക്കാതെ തങ്ങൾക്ക് ബീഹാറിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് BJP എത്തുകയാണ്. അതോടൊപ്പം തന്നെ നിർണായകമായ മറ്റൊരു കാര്യമുള്ളത്, രാജ്യത്ത് BJP-യുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുന്നു. BJP-ക്ക് ഒന്നും മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ, രാഹുൽ ഗാന്ധി ഉയർത്തിയ വ്യാജ വോട്ട് ആരോപണം ഇന്ത്യയിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, രാജ്യത്തിന്റെ വോട്ടിംഗ് സമ്പ്രദായത്തെ പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കള്ളവോട്ടിലൂടെയാണ് BJP രാജ്യത്ത് അധികാരം പിടിച്ചതെന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അതിൽ കോൺഗ്രസ് എന്നോ CPM എന്നോ മുസ്ലിം ലീഗ് എന്നോ RJD എന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP-യുടെ പതനത്തിന്റെ തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ RJDയെ കടത്തിവെട്ടുന്ന പ്രകടനം കാഴ്ചവെച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറിന്റെ മണ്ണിൽ കോൺഗ്രസ് തിരിച്ചു വരുന്ന സുന്ദരമായ കാഴ്ചയാണ് ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ബീഹാറിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.